ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 354 വകുപ്പിനകത്ത് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സ്പെഷ്യൽ ഫാക്ട്സ് ആണ് വേണം കേട്ടോ, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് വേണം, എന്നാലേ പറ്റുള്ളൂ. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് എന്താണെന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ അത് ബച്ചൻ സിംഗ് കേസിലാണ്. അതായത് നമ്മുടെ ഭരണഘടനാ ബെഞ്ചാണ് അതിൻ്റെ വിധിയാണ്. ബച്ചൻ സിംഗ് കേസിൽ എങ്ങനെയായിരിക്കണം ഈ അതായത് വധശിക്ഷ കൊടുക്കേണ്ടത് ഏതൊക്കെ കേസിലാണ് എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ ഉള്ള തീരുമാനമാണ് അവിടെ റെയറസ്റ്റ് എമംഗ് റെയർ, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവം ആയിട്ടുള്ള കേസായിരിക്കണം. ഈ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസ് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ട ചില സാഹചര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരിക്കലും ഈ സാഹചര്യം ഒന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ ഒക്കത്തില്ല ആർക്കും. കാരണം ഓരോ കേസിനും ഓരോ സാഹചര്യമാണ്. ഒരിക്കലും നമുക്ക് ഇന്ന കേസുകളെല്ലാം കൊടുക്കണം എന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അത് സെഷൻസ് ജഡ്ജാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് ഇത് റെയറസ്റ്റ് എമംഗ് റെയറിൽ വരുമോ എന്ന് നോക്കേണ്ടത്. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് വരുന്ന ഒരു കേസാണോ എന്ന് നോക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ സെഷൻസ് കോടതിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. പിന്നെ അതിൻ്റെ പുറത്ത് അപ്പീൽ പോകുമ്പോൾ ഹൈക്കോടതിക്ക് അതിൻ്റെ സ്ക്രൂട്ടിനി ഉണ്ട്. അപ്പീൽ മാത്രമല്ല, വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫർമേഷന് വിധേയമാണ് ഹൈക്കോടതിയുടെ. അപ്പോൾ ഹൈക്കോടതി അതിനകത്ത് ആ കൺഫർമേഷൻ്റെ സമയത്ത് നിർബന്ധമായിട്ടും മനസ്സിരുത്തി ഹൈക്കോടതി ഒന്ന് ആലോചിക്കണം, ഇത് റെയറസ്റ്റ് എമംഗ് റെയറിൽ വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വധശിക്ഷ ശരിവെക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അത് വരുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ അത് താഴേക്ക് പോകും. താഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവപര്യന്തം തടവിലേക്ക് പോവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കേണ്ട, ഇത് റെയറസ്റ്റ് എമംഗ് റെയറിൽ വരുമോ എന്ന് നമുക്കൊന്ന് നോക്കണം. നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സെഷൻസ് ജഡ്ജിയുടെ തീരുമാനം വളരെ ശരിയാണ്. കാരണം ഞാൻ ഒരുപാട് കൊലക്കേസുകളിൽ ഞാൻ ജീവപര്യന്തം തടവ് കൊടുത്തിട്ടുണ്ട്. കുറേ കൊലക്കേസുകളിൽ ഞാൻ വധശിക്ഷയ്ക്കും വിധിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് ജീവപര്യന്തം തടവ് കൊടുത്തത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ശരിയാണ് എന്നേ എനിക്ക് പറയാനും പറ്റുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് ഈ വധശിക്ഷ കൊടുക്കുമ്പോൾ. ഒന്ന് നമ്മൾ നോക്കാനുള്ളത് ഇയാൾക്ക് ആൻറ്റിസിഡൻസ് വല്ലതും ഉണ്ടോ, അതായത് മുൻ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ഇയാളുടെ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല യഥാർത്ഥത്തിൽ. ഇപ്പം വേറെ ഒരുപാട് കൊലപാതകം നടത്തിയേക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരുപാട് ക്രിമിനൽ കേസുകൾ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണെന്നിരിക്കട്ടെ, അത് ആൻറ്റിസിഡൻസ് നമുക്ക് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നോക്കാം ഇയാൾക്കിതൊരു തമാശയാണ്. കാരണം ഈ കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഇയാൾക്കൊരു തമാശയാണ്, ഇയാൾക്കൊന്നുമില്ല. ഇത് മാത്രമേ ഇതിനകത്തും അതേ പറയാനുള്ളൂ കേട്ടോ. ഇതൊരു തമാശ പോലെയാണ് ഇയാളെ കൈകാര്യം ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അയാൾ മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കുക, ഒരു കുഴപ്പമില്ലാതെ നടക്കുക, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് നടക്കുക, ആ രീതിയിലാണ് ഇയാൾ പോയേക്കുന്നത്. അത് പോയിക്കോട്ടെ. അപ്പോൾ അത് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഇയാളുടെ ഭാഗത്തൊന്നുമില്ല, മുൻ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് എന്തെന്നറിയോ, ഇയാൾ സമൂഹത്തിനൊരു ഭീഷണിയാണോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കൊലയാളി രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ, കമ്പിപ്പാരയായിട്ട് അല്ലെങ്കിൽ തോക്കുമായിട്ട് അല്ലെങ്കിൽ അതുപോലെ മാരകായുധങ്ങളുമായിട്ട് നടക്കുക. എന്തിന്? ആളുകളെ കാണുന്നവരെ കൊല്ലാൻ. അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ സ്വസ്ഥത കെടുക്കുകയാണ്, ഉറക്കം കെടുത്തുകയാണ്. അപ്പോൾ അയാൾക്ക് വേറെ ശിക്ഷയൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം ഇയാളെ സമൂഹത്തിന് വലിയ ഭീഷണിയാണ്, ഇയാളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ വധശിക്ഷ തന്നെ കൊടുക്കണം അങ്ങനെയുള്ള കേസുകളിൽ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം ഇയാൾ സമൂഹത്തിനൊരു ഭീഷണി എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പിന്നെ അതുപോലെ ബ്രോഡ് ഡേ ലൈറ്റിൽ, അതായത് നല്ല പകൽ വെളിച്ചത്തിൽ നാട്ടുകാർ മുഴുവൻ കാണേ ഒരു കൊലപാതകം നടത്തുക, അത്രയും ഡയറിങ് ആയിട്ട്, അങ്ങനെയുള്ള ഒരു കൊലപാതകവും അല്ലത്. കാരണം ഇത് വളരെ ഒളിച്ച് ഇത് ചെയ്യാണ്. പിന്നെ അത് ഡയറിങ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്രിമിനൽ, നമുക്ക് ആ ക്രിമിനലിനെ വേറൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അത്രത്തോളം പകൽ വെളിച്ചത്തിൽ ഒരാളെ ജനമധ്യത്തിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുക, അല്ലെങ്കിൽ ഇതുപോലെ വെടിവെച്ച് കൊല്ലുക, ഈ രീതിയിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് റെയറസ്റ്റ് എമംഗ് റെയറാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ വധം യഥാർത്ഥത്തിൽ നാട്ടുകാർ മുഴുവൻ കാണേ, അതായത് ഭക്തജനങ്ങൾ ഒരുപാട് പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി പോവുകയാണ്. അത്രത്തോളം ആളുകൾ കൂടിയപ്പോൾ വളരെ ഡെയറിങ് ആയിട്ട് വന്ന് ഗാന്ധിജിയുടെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് നിവർന്ന് നിന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബ്രോഡ് ഡേ ലൈറ്റിൽ
നല്ല അതായത് ഡയറിങ് ആയിട്ട് ചെയ്തു, അയാളെ തൂക്കുകൊല്ലാൻ വിധിച്ചു. അത് ശരിയാണ്. ആ കൊലപാതകം അതിന് വധശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് അതാണ്. അത് വേറെ ശിക്ഷയില്ല അതിന്, അതേ ഉള്ളൂ. പിന്നെ ഈ ഈ അതായത് ഈ കൊല്ലപ്പെടുന്ന ആളിൻ്റെ പ്രത്യേകത കേട്ടോ, അയാൾ എന്തിന് കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു റോബറി, അയാളെ ഇന്ന് എല്ലാം പിടിച്ചു പറിക്കാൻ പോയി, അയാളെ ഉപദ്രവിക്കുന്നു, അയാൾ അന്നേരം അതിന് ചെറുക്കാൻ ശ്രമിക്കുന്നു, അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ അയാളെ ഈ റോബറി അതേപോലെ ഡക്കോയിറ്റിയുടെ ഇടയിൽ, റോബറിയുടെ ഇടയിലൊക്കെ നടത്തുന്ന മേർഡർ എന്ന് പറയുന്നത്, അതായത് മേർഡർ ഫോർ ഗെയിൻ എന്ന് നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു സമ്പാദ്യത്തിന് വേണ്ടി അയാളുടെ മുതലുകൾ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയുള്ള ഗെയിൻ, മേർഡർ ഫോർ ഗെയിൻ ആണെങ്കിൽ അത് റയറസ്റ്റ് എമംഗ് റയറാണ്. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ ഈ ഡ്യൂട്ടിയുടെ ഇടയിൽ അയാൾ നിയമപരമായ ഡ്യൂട്ടി ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ആ ഡ്യൂട്ടി ചെയ്യുന്നത് കാരണം ഇവന് മോഷ്ടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡക്കോയിറ്റി അല്ലെങ്കിൽ റോബറി നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അയാളെ വെടിവെച്ച് കൊല്ലുവോ, അയാളെ കുത്തി കൊല്ലുവോ, കഴുത്തെടുത്ത് കൊല്ലുവോ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്ന ജോലിയാണ്. അയാളെ ഏൽപ്പിച്ചേക്കുന്ന ഡ്യൂട്ടി ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലുക എന്ന് പറയുമ്പോൾ അത് റയർ വരും. അത് അപൂർവങ്ങളിൽ അതിപൂർവമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കി. പിന്നെ അതാ ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സ് ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന്. അതിൻ്റെ ആഴങ്ങൾ നമ്മൾ ഒരിക്കലും അളക്കാൻ ഒക്കത്തില്ല. അത് ഏതൊക്കെ വിധത്തിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. ഈ തന്ത, അയാളെ ഞാൻ ഒരിക്കലും ഒരു അച്ഛനെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ ശരിയായ ഒരച്ഛൻ എന്ന് പറയുന്ന ഒരാൾ, ഈ മകളെ സംരക്ഷിക്കേണ്ട ഒരാൾ ഈ കുഞ്ഞിനെ ഇതേപോലെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി, അതായത് അതിനെ എടുത്ത് ഈ വെള്ളത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു അച്ഛൻ എന്ന അയാളെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ എന്ന് പറയാൻ മനുഷ്യ മൃഗം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരിക്കലും മനുഷ്യൻ മൃഗമല്ല. പക്ഷേ മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കുക, മൃഗങ്ങൾ പോലും ഇത് കാണിക്കത്തില്ല കേട്ടോ. മൃഗങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നമുക്ക് കാണാം, ആന തന്നെ ആനക്കൂട്ടം കുഞ്ഞുങ്ങളുമായിട്ട്, ആനക്കുട്ടികളുമായിട്ട് നടന്നു പോകുന്നു. ആനക്കുട്ടി ഏതെങ്കിലും കിണറ്റിലോ അല്ലെങ്കിൽ ചതുപ്പിലോ വീഴുന്നു. അതിനെ അവരെന്തുമാത്രം ശ്രമിക്കുമെന്നറിയോ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. ഒരിക്കലും അതിനെ കൊല്ലാൻ അത് ശ്രമിക്കാറില്ല. അതാണ്. അപ്പം മൃഗത്തിന് പോലും ഇല്ലാത്ത ഒരു മനസ്സുള്ള ഒരാളാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. അയാളെ മൃഗതുല്യൻ എന്ന് പോലും പറയാൻ വിശേഷിപ്പിക്കാൻ ഒക്കത്തില്ല. പിന്നെ അയാളുടെ അമ്മയുടെയൊക്കെ ആവശ്യം എന്നൊക്കെ പറയുന്നത് ഇത് വിശ്വസിക്കാൻ വയ്യ, അതുകൊണ്ട് പുനരന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ആ അമ്മയ്ക്ക് അവരൊരു അമ്മയായതുകൊണ്ടാണത്. കാരണം അവരുടെ മകൻ ഈ രീതിയിൽ പോയി എന്നുള്ളത് അംഗീകരിക്കാൻ അവരുടെ മനസ്സ് തയ്യാറല്ല. അതാ കാര്യം. അവരൊരു അമ്മയാണ്, ശരിയായ അമ്മയായതുകൊണ്ടാണ്. പക്ഷേ ആ അമ്മ എന്ന് പറയുന്നത് ഈ മൃഗത്തിനേക്കാൾ വഷളനായ ഒരുത്തനെ വളർത്തിയെടുത്ത ഒരു അമ്മയായിപ്പോയി. അതേ ഉള്ളൂ. അത് അവരുടെ വിധി എന്നല്ലാതെ നമ്മളെന്താ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കേസിൽ ഇതിൽ കൂടുതലുള്ള ഒരു ശിക്ഷ, അതായത് വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമായ ഒരു കേസല്ല. ഒരിക്കലും ഇതിനകത്തൊരു സ്പെഷ്യൽ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസ് ഒന്നുമില്ല. ഒരു കൊലപാതകം, സാധാരണ ഒരു കൊലപാതകം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ. എല്ലാ കൊലപാതകങ്ങളും നിഷ്ഠൂരമാണ്, എല്ലാ കൊലപാതകങ്ങളും. പക്ഷേ വധശിക്ഷ കൊടുക്കണമെങ്കിൽ, പ്രതിക്ക് വധശിക്ഷ കൊടുക്കണമെങ്കിൽ, നമ്മുടെ നിയമം അനുസരിച്ച് കൊടുക്കണമെങ്കിൽ അതിന് സ്പെഷ്യൽ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസ് വേണം. ഇതിനകത്ത് സ്പെഷ്യൽ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസ് ഒന്നുമില്ല. ഇയാൾ പറയുന്ന ഈ കൊച്ചൊരു ബാധ്യതയായിട്ട് മാറും. ഞാനിത് കണ്ടിട്ടുണ്ട്, ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളെ വെള്ളത്തിലെറിഞ്ഞ് കൊന്ന തന്തയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാളെ ഞാൻ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അയാൾ തൂങ്ങിച്ചത്തു കേട്ടോ. അയാൾ തൂങ്ങി മരിച്ചു. എനിക്ക് ആ ജോലി ഇല്ലാതാക്കി. ആ ജോലി അയാൾ ദൈവത്തിന് കൊടുത്തിട്ട് അയാൾ തന്നെ തൂങ്ങി മരിച്ചു. കാരണം അയാൾക്ക് മനസ്സിലായി ഇത് എൻ്റെ മുമ്പിൽ നടന്നാൽ എന്തായിരിക്കും അതിൻ്റെ വിധി എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അയാൾ തന്നെ തൂങ്ങി മരിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ മനസ്സിന് എന്താ ആശ്വാസമായിരുന്നറിയോ? 2 കുഞ്ഞുങ്ങളെ, ഇതേപോലുള്ള 2 മക്കളെ വെള്ളത്തിൽ വെള്ളത്തിനകത്ത് കൊണ്ടുവന്ന് കഴുത്ത് മുക്കി പിടിച്ച് കൊന്നതാണ്. 2 കുഞ്ഞുങ്ങളെ ഒന്നിച്ച്, പെൺമക്കളെ. കാര്യം എന്താണെന്നറിയോ? അവന് ഈ പെൺപിള്ളേരൊരു ബാധ്യതയാണെന്ന് എന്ന് പറഞ്ഞാണ്. ഈ പെൺകുട്ടികൾ ബാധ്യതയാകുന്നതായിട്ട് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ടല്ലോ, അവർ ജീവിച്ചിരിക്കാൻ അർഹനല്ല യഥാർത്ഥത്തിൽ.
ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ളവന്മാരെ തൂക്കിക്കൊല്ലാനായിട്ട് വധശിക്ഷ കൊടുക്കാനായിട്ടുള്ള നിയമം തന്നെ ഉണ്ടാക്കേണ്ടതാണ്. കാരണം ഈ പെൺകുട്ടികൾ മാത്രമാണല്ലോ, ഇതൊരു പെൺകുഞ്ഞായിപ്പോയി. ഇതിനെ കൊണ്ടു നടന്ന് ഇതിന് ചെലവിന് കൊടുത്ത് ഇതിനെ കെട്ടിച്ചു കൊടുത്ത് ഇതിനെ കൊടുക്കാൻ ഇയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്. ഒരാൺകുട്ടിയാണെങ്കിൽ അവൻ ഇത് ചെയ്യുമോ? അതിനെ വിൽക്കാൻ വയ്ക്കത്തില്ലേ? ഇത് നമ്മുടെ സമൂഹം കാണേണ്ട ഒരു കാര്യമാണ്. ഈ പെൺകുഞ്ഞായതുകൊണ്ടല്ലേ ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടത്? ഈ നല്ല അത്രത്തോളം പിഞ്ചോമനയായ കുഞ്ഞ്, ഇതിനെ ഇങ്ങനെ കൊണ്ട് തന്നിരുന്നെങ്കിൽ ഞാൻ വളർത്തി വരുന്നല്ലോ ഈ കുഞ്ഞിനെ, അയക്ക് വയ്യെന്ന് പറഞ്ഞാലേ. ഇത് എന്ത് കഷ്ടമായിപ്പോയി നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഈ പ്രതിഫലിക്കുന്നത്. കാരണം പെൺകുട്ടികളായാൽ ഒരുപാട് ബാധ്യതയായി, അതാണ് കാര്യം. ഇയാൾ ഇതിനെ കൊലപ്പെടുത്താൻ കാര്യം അതാണ്. പെൺകുഞ്ഞ് ബാധ്യതയായി മാറി ഇയാൾക്ക്. ഒരാൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സമൂഹം കാണണം, സമൂഹം മനസ്സിലാക്കണം, തിരിച്ചറിയണം. പെൺകുട്ടികളെ ഇതുപോലല്ല ട്രീറ്റ് ചെയ്യേണ്ടത് സമൂഹത്തിൽ. അവർക്ക് മഹനീയമായ ഒരു സ്ഥാനം കൊടുക്കേണ്ടതാണ്. അതൊന്നും മനസ്സിലാക്കണം. അത് നമ്മൾ ചിന്തിക്കണം. അതാണ് നമ്മൾ ഭൂമിയെപ്പോലും ഭൂമി ദേവി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരമ്മയുടെ സ്ഥാനത്ത് നമ്മൾ കാണുകയാണ്. അമ്മ അങ്ങനെയാണ്. അമ്മയെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു രൂപമാണ്. അതുകൊണ്ടാണ് ഈ കൊലയാളിയുടെ അമ്മ പോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന്. ശരിയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൻ ഇങ്ങനെ ആയിപ്പോകുന്നെന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അതാ കാര്യം. അതുകൊണ്ട് ഈ കേസിൽ ശിക്ഷ കൊടുത്തേക്കുന്നത് സെഷൻസ് കോടതി കൊടുത്ത ശിക്ഷ. കുറ്റം എങ്ങനെ തെളിയിച്ചു എന്നുള്ളത് നോക്കണം. ഞാൻ ആ ജഡ്ജ്മെൻറ്റ് കണ്ടിട്ടില്ല. തെളിയാൻ സാധ്യതയുള്ളതാണ്, നല്ലതാണ്. കാരണം ഇതിനകത്ത് സാഹചര്യ തെളിവുകൾ മുഴുവൻ ഇയാൾക്കെതിരാണ്. അല്ലെങ്കിൽ അയാൾ വേറെ അതേപോലുള്ള ഒരു ഹൈപ്പോത്തസിസ് അയാൾ കൊണ്ടുവരണം. അതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ശരിയായിട്ട് അയാൾ നടത്തിയ ഒരു കൊലപാതകം, അയാൾ നിഷ്ഠൂരമായി നടത്തിയ ഒരു കൊലപാതകം, അതിന് കിട്ടേണ്ട ശിക്ഷ ഇതാണ്. അതേ ഒക്കുള്ളൂ. കാരണം ഇതിനപ്പുറത്തോട്ടുള്ളൊരു ശിക്ഷ ഇപ്പോൾ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഈ കേസിലില്ല.